പുരുഷ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ അത്യാധുനിക സൗകര്യങ്ങളോടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര. ചേലക്കര ലയൺസ് ക്ലബും ബസ് തൊഴിലാളി യൂണിയനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നേത്ര സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണിന്റെ കാഴ്ചയും കണ്ണിന്റെ ആരോഗ്യവും പരിപാലിപ്പിക്കാൻ വേണ്ടിയാണ് ലയൺസ് ക്ലബ്ബ് ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് പറഞ്ഞു. അന്ധകാരത്തിന്റെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ ലോകത്ത് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നമുക്കെല്ലാം ഉള്ളത്. കാഴ്ച നഷ്ടപ്പെട്ട അന്ധകാരത്തിലേക്ക് ജീവിതം തള്ളിവിടേണ്ടി വന്ന ഗതികേടിൽ ഈ ലോകത്തെ കാണാൻ കഴിയാതെ വിഷമിക്കുന്ന കുറേ പേർ നമ്മുടെ നാട്ടിലുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും അന്ധത വരാം. അതിനെക്കുറിച്ചെല്ലാം പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അത്തരം അന്ധത എത്രത്തോളം സമൂഹത്തിന് തുടച്ചു മാറ്റാൻ കഴിയുമോ അത്രത്തോളം തുടച്ചു മാറ്റാൻ വേണ്ടി ചേലക്കര ലയൺസ് ക്ലബ്ബ് എടുക്കുന്ന കഠിന പ്രയത്നത്തിന്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ സംവിധാനവുമായി ചികിത്സയുമായി ബന്ധപ്പെട്ട കണ്ണിന്റെ ചികിത്സയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഹല്യ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അഹല്യ കണ്ണാശുപത്രിയുടെ പ്രതിനിധി ഫ്രണ്ട്സ് കൂടെ വേദിയിലിരിക്കുന്നുണ്ട്. അപ്പം അത്രമാത്രം ഈ ലയൺസ് എന്ന പ്രസ്ഥാനം ഗ്ലോബൽ കോസിൽ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ലയൺസ് പ്രസ്ഥാനത്തിൽപ്പെട്ടവർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ചയും കണ്ണിന്റെ ആരോഗ്യവും പരിപാലിക്കുക എന്നത് ലയൺസ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് 9ാമത്തെ കണ്ണ് ടെസ്റ്റ് നടത്തുന്ന ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് TG സുരേഷ് അധ്യക്ഷനായി. സർവീസ് രംഗത്ത് വളരെയധികം ഈ വർഷം മുന്നിട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമായി ചേലക്കരയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ 9ാമത്തെ ഐ ക്യാമ്പാണ് നമ്മൾ ചേലക്കരയിൽ നടത്തുന്നത്. അതെല്ലാം തന്നെ വളരെയധികം പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ ഒരു ആശ്വാസമായി മാറി എന്നുള്ളതിൽ ചേലക്കര ലയൺസ് ക്ലബിന് വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർവീസ് രംഗത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാന്ത്വനപരമായ ചില പരിപാടികൾ ഇവിടെ ഒരു ഓർമ്മയിലേക്ക് കൊടുക്കുകയാണ്. നമ്മുടെ കിടപ്പ് രോഗികൾക്ക് നമ്മൾ നൽകിയിട്ടുള്ള എയർ ബെഡുകൾ, അതുപോലെ തന്നെ വാക്കറുകൾ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, അതുപോലെ തന്നെ നമ്മൾ പാലിയേറ്റീവ് കെയറും ബസ് തൊഴിലാളി യൂണിയനൊക്കെയുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്ന വിവിധ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്കും ഒക്കെ വളരെ സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ബിജു പുറത്തൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏകദേശം 15,000 മുതൽ 1 ലക്ഷം രൂപ വരുന്ന സർജറിക്കാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടെ BPL കാർഡുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത ലയൺസ് പ്രസ്ഥാനം ആദ്യത്തെ വെല്ലുവിളി ഏറ്റെടുത്തത് കണ്ണിൻ്റെ കാഴ്ച തന്നെയാണ്. അത് ഏകദേശം 100 വർഷത്തിലധികമായിട്ട് നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും അന്ധത നീക്കാനുള്ള പരിശ്രമത്തിലാണ്. 15 ലക്ഷത്തിലധികം കാറ്ററാക്ട് സർജറി ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഈ വർഷം നമ്മുടെ പാലക്കാടും തൃശ്ശൂരും അടങ്ങുന്ന ഏരിയയിൽ നമുക്ക് 2000-ത്തിലധികം സൗജന്യമായ തിമിര ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കാൻ ഇതിനോടകം സാധിച്ചു. അതിൽ മെജോറിറ്റി സർജറി ചെയ്തു കൊടുത്ത് അഹല്യ ഹൈ ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതെല്ലാം അത്ര നന്നാവില്ല, സർജറി മോശമായി ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. സർജറികളെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യുക. ക്ലബ്ബ് സെക്രട്ടറി ശശികുമാർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പണിക്കർ, ബസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറി KS ഷാനവാസ്, അഹല്യ ഫൗണ്ടേഷൻ PRO പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇപ്രാവശ്യം നമ്മൾ പാലക്കാട് അഹല്യ ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത്. ഭാവിയിൽ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ അഹല്യ കണ്ണാശുപത്രിയുമായിട്ടും ബസ് തൊഴിലാളി യൂണിയനും ലയൺസ് ക്ലബ്ബുമായി സഹകരിച്ചുകൊണ്ട് ഒരു നേത്രദാന ക്യാമ്പ് കൂടി ഞങ്ങളുടെ പരിഗണനയിൽ ഉണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷപൂർവ്വം ഈ സമൂഹത്തിനിടയിൽ പറയുകയാണ്.
കൂടാതെ തന്നെ ലയൺസ് ക്ലബ്ബ് നടത്തുന്ന വിവിധ പരിപാടികൾ, വീൽ ചെയർ, അതുപോലെ തന്നെ വാട്ടർ ബെഡ്, തയ്യൽ മെഷീൻ വിതരണങ്ങൾ, അപ്പോൾ ഇത്തരം സമൂഹത്തെ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ മുഴുവൻ സഹകരണം ഉണ്ടാവും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. കണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു ലെൻസിൻ്റെ സുതാര്യത നഷ്ടപ്പെട്ട് കട്ടികൂടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലെൻസ് കട്ടികൂടുന്നത് ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറമേ കണ്ണാടി വെച്ചാലോ നമ്മൾ മരുന്ന് കഴിച്ചാലോ കാഴ്ച ലഭ്യമാവില്ല. നമുക്ക് അത് ഓപ്പറേഷനത്തിലൂടെ അത് നീക്കം ചെയ്ത് പുതിയൊരു ലെൻസ് ഉള്ളിൽ വെച്ചാൽ മാത്രമേ നമുക്ക് കാഴ്ച ലഭ്യമാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു തിമിരം എന്ന് പറയുന്ന ഒരു അവസ്ഥ നിസ്സാരമായി കാണാതെ നമ്മൾ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് നിർദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മൾ ബുധനാഴ്ചയാണ് ഓപ്പറേഷൻ കൊണ്ടുവന്നത്. നമ്മുടെ വാഹനം ഇവിടെ എത്തും. ബുധനാഴ്ച പോയി കഴിഞ്ഞാൽ വ്യാഴാഴ്ച ഓപ്പറേഷൻ ചെയ്ത് വെള്ളിയാഴ്ച തിരിച്ചിവിടെ തന്നെ എത്തിക്കുന്നതുമാണ്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര.